നേമം മണ്ഡലത്തിലെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിക്കുന്നത്. ആരോപണങ്ങൾ ഉയർത്താൻ മുന്നിൽ നിൽക്കുന്നവർ തെളിവുകൾ കൊണ്ട് മറുപടി നൽകേണ്ട സമയത്ത് പിന്നോട്ടടിക്കുന്ന രാഷ്ട്രീയമാണ് ബി.ജെ.പി. പയറ്റുന്നത്. നേമത്തിൽ വികസനമില്ലെന്ന് ആവർത്തിച്ചാരോപിച്ചിരുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി മന്ത്രി വി ശിവൻകുട്ടി നൽകിയ തുറന്ന സംവാദ ക്ഷണത്തിന് നേരിട്ട് മറുപടി നൽകാതെ മുങ്ങിയതാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത്. നേമം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളെക്കുറിച്ച് തുറന്ന സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന ശിവൻകുട്ടിയുടെ വെല്ലുവിളിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖറാണ് ഒഴിഞ്ഞുമാറിയിരിക്കുന്നത്. നേമത്തെ വികസനം ചർച്ച ചെയ്യാൻ താൻ ഇപ്പോഴും തയ്യാറാണെന്ന് അവകാശപ്പെട്ട രാജീവ്, പക്ഷേ സംവാദം ആദ്യം മുഖ്യമന്ത്രിയുമായിട്ടായിരിക്കണമെന്ന നിബന്ധനയാണ് മുന്നോട്ട് വെച്ചത്. 10 കൊല്ലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി തീയതിയും സ്ഥലവും തീരുമാനിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നേമത്ത് വികസനമില്ലെന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ ആരോപണത്തിന് മറുപടിയായാണ് വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ സംവാദത്തിന് ക്ഷണിച്ചത്. ഈ മാസം 29 രാവിലെ മുതൽ ഉച്ചവരെ താൻ പൂജപ്പുരയിൽ ഉണ്ടാകുമെന്നും അവിടേക്ക് രാജീവിന് വരാമെന്നും ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. ഏത് തീയതിയായാലും സമയമായാലും തനിക്ക് പ്രശ്നമില്ലെന്നും അദ്ദേഹം കുറിച്ചു. 2016 ബി.ജെ.പി. എം.എൽ.എയുടെ കാലത്തെ വികസനവും 2021 ശേഷം LDF സർക്കാർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് നാട്ടുകാർ വിലയിരുത്തട്ടെ എന്നാണ് ശിവൻകുട്ടിയുടെ നിലപാട്. വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നേമത്ത് വലിയ വികസന മുന്നേറ്റമാണ് ഉണ്ടായതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുന്ന ദിവസമാണ് മന്ത്രി സംവാദത്തിന് വിളിച്ചതെന്നും അന്ന് തങ്ങൾക്ക് സാധിക്കില്ല എന്നും പറഞ്ഞ് രാജീവ് തടിയൂരി. വികസന കാര്യങ്ങളിൽ മറുപടി നൽകുന്നതിന് പകരം മുഖ്യമന്ത്രിയെ സംവാദത്തിന് വിളിച്ച് ബി.ജെ.പി. സ്ഥാനാർത്ഥി വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെന്നും വിമർശനമുണ്ട്. എത്ര കാലം ചന്ദ്രശേഖറും ബി.ജെ.പിയും ഇങ്ങനെ മുങ്ങി നടക്കും? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഓരോ ബോംബ് പൊട്ടിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസമാവുന്ന തരത്തിൽ കാണിക്കാൻ എന്തെങ്കിലും തെളിവ് കയ്യിൽ വെക്കണ്ടേ? നേമത്തെ വികസനം എണ്ണി എണ്ണി പറയാൻ അവിടുത്തെ ജനങ്ങൾ റെഡിയായിട്ടും ചന്ദ്രശേഖരൻ അതൊക്കെ കള്ളമാണെന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള വ്യഗ്രതയാണ്. എന്തൊക്കെ കാരണം പറഞ്ഞൊഴിഞ്ഞാലും ജനങ്ങളുടെ മുൻപിൽ അക്ഷരാർത്ഥത്തിൽ അത് മുങ്ങൽ തന്നെയാണ്.